കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹത്തായ സംഘം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ബാനി അടക്കമുള്ളവർ രൂപീകരിക്കുന്ന ആ 1967 നവംബർ മാസത്തിലെ ഉലമ കൺവെൻഷനിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ സ്ഥാപക അംഗങ്ങളിലും സ്ഥാപക കാലത്തുള്ള ഉലമാക്കളിലും പ്രധാനിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കിടങ്ങഴി ഉസ്താദ് അവറുകൾ. അന്നവർ ആ സമ്മേളനം നടക്കുന്ന ആ കൺവെൻഷൻ നടക്കുന്ന വണ്ടൂർ ജുമുഅത്ത് പള്ളിയിൽ വെച്ചാണ് നടന്നത്. ആ ജുമുഅത്ത് പള്ളിയുമായി ചേർന്നാണ് ജാമിഅ വഹബിയ എന്ന സ്ഥാപനം നടന്നു വരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആ സ്ഥാപനത്തിലെ മുദരിസും അവിടുത്തെ ഷെയ്ഖുനാക്കു കീഴിലുള്ള വൈസ് പ്രിൻസിപ്പലുമാണ് ബഹുമാനപ്പെട്ട കിടങ്ങഴി ഉസ്താദ് അവറുകൾ. 1965-66 കാലങ്ങളിൽ വെല്ലൂർ ബാക്കിയാത്തിൽ ബിരുദമെടുക്കുന്നതിന് കൊണ്ടുപോയ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ ബിരുദം പൂർത്തിയാക്കുന്നതിന് മുൻപായി അവിടെ ഉണ്ടായ ഉസ്താദുമാർക്കിടയിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മൂലം അവരുടെ ബിരുദം പൂർത്തിയാക്കാനാകാതെ വന്നപ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ അവരെ രക്ഷപ്പെടുന്നതിനും അവരുടെ ബിരുദ പഠനം വെല്ലൂർ ബാക്കിയാത്തിൻ്റെ അതേ കാലയളവ് പരിഗണിച്ചുകൊണ്ടു തന്നെ അവരുടെ മുത്തവ്വൽ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് ജാമിഅ വഹബിയ. ഈ ജാമിഅ വഹബിയയിൽ പ്രഥമ ബാച്ചിൽ 4 മാസം കൊണ്ടു തന്നെ വഹബി ബിരുദം നേടിയ ആദ്യത്തെ ബാച്ചിൽ പ്രധാനി എന്ന നിലയിൽ തന്നെ അതേ സ്ഥാപനത്തിൻ്റെ ഷെയ്ഖുനാക്കൊപ്പമുള്ള മുദരിസായി ഷെയ്ഖുന അവറുകൾ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട കിടങ്ങഴി ഉസ്താദ് അവറുകളെയാണ്. ബാക്കിയാത്തിൽ പോകുന്നതിന് മുൻപേ മരുത എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾക്ക് ഖാലിസ്ഥാനം ലഭിച്ച് ആ പ്രദേശത്ത് വർഷങ്ങൾ ബഹുമാനപ്പെട്ട കിടങ്ങഴി ഉസ്താദ് അവറുകൾ സേവനം ചെയ്തിട്ടുണ്ട്. വർഷങ്ങളുടെ ആ സേവനം ആ നാട്ടുകാർക്ക് വിലമതിക്കാനാവാത്ത അനുഗ്രഹമായിരുന്നു. അവർ അത്തരം ഒരു പണ്ഡിതനെ, അത്തരം ഒരു നേതൃത്വത്തെ, അത്തരം ഒരു മഹല്ലു സംവിധാനത്തെ ഭരിക്കുന്ന ഒരു ഭരണാധിപനെ ആ പ്രദേശത്തുകാർ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. വിശേഷിച്ച് ഒരു കുടിയേറ്റ പ്രദേശമാണ് മരുത. പലയിടങ്ങളിൽ നിന്നായി വന്ന് താമസിച്ചിട്ടുള്ളതായ മുസ്ലിം കുടുംബങ്ങൾ. ഒരു 10-70 വർഷത്തെ പഴക്കമേ ആ പ്രദേശത്തിനുള്ളൂ. ആ പ്രദേശത്തെ പലവിധ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളെ ഏകോപിച്ചുകൊണ്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഖതീബ് എന്ന നിലക്കും മുദരിസ് എന്ന നിലക്കും വളരെ വലിയ ഉത്തരവാദിത്വമുണ്ടാകുമല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഷണ്ഠകളും ആ നാടിൻ്റെ സ്വഭാവമായിരിക്കും. കാരണവന്മാർക്കിടയിലും ഭരണാധിപന്മാർക്കിടയിലുമെല്ലാം. അതിനെയൊക്കെ തന്മയത്വത്തോടുകൂടെ തൻ്റേതായ ശൈലിയിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ് അവിടുത്തെ ഒരു വിഷയം. ഒരു ദുൽഹിജ്ജ മാസം, ഇതുപോലൊരു ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൽ ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ ആ നാട്ടിൽ വന്നിട്ടില്ല. പ്രധാനപ്പെട്ട് കഴിവുള്ളവരൊന്നുമില്ല. അത്തരമൊരു ചുറ്റുപാടിൽ മൂപ്പര് പള്ളിയിൽ നിന്നിറങ്ങി അങ്ങാടിയിൽ വന്ന് അങ്ങാടിയുടെ അങ്ങേ തലക്കൽ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ അങ്ങാടിയുടെ ആദ്യ ഭാഗമായി വരുന്ന ഒരു പീടികയിൽ ബഹുമാനപ്പെട്ടവർ പത്രം വായിക്കാൻ പോയിരിക്കുമോ പതിവുണ്ട്. അതാ മൂപ്പരാ നടത്തം തന്നെയാണ് അന്നത്തെ നടത്തമെന്ന് അർത്ഥം. പള്ളിയിലെ മൂല്യർ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവമല്ല. അതേസമയം എൻ്റെ ബഹുവന്യ ഗുരു അലവി മുസ്ലിയാർ അവറുകൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. അത് അവരുടെ ശൈലിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ശൈലി അങ്ങനെ ആയിരുന്നില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങി അവർ പത്രം വായിക്കാൻ ആ കടയുടെ ഓരത്ത് പോയിരിക്കും. വണ്ടൂരിലെ ഷെയ്ഖുന താജുലമായും പള്ളിക്കുന്നിലെ കടകളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പോയിരിക്കാറുണ്ട്. അങ്ങാടിയിലും പോകാറുണ്ട്, അങ്ങനെ ഇരിക്കാറുണ്ട്. ആ ശീലം തന്നെ ബഹുമാനപ്പെട്ടവരും ആ പത്രം വായിക്കാൻ പോകുന്നതിനിടയിലാണ് എത്ര ഉദ്ഹിയ്യത്തുണ്ട്, എത്ര അറിവുണ്ട് എന്ന് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ ആരോ 1-2 എന്ന് അവർ പറഞ്ഞു. 1-2 അറിവ് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയൊരു നാട്, ഒരുപാട് സാധുക്കൾ, പെരുന്നാളിൻ്റെ ഇറച്ചിക്കും മറ്റുമൊക്കെ ആവശ്യമുള്ള അന്നത്തൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി നല്ലോണം തിന്നാൽ അന്നല്ലേ കഴിയുള്ളൂ. പെരുന്നാൾ മൗലൂദ് ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. സാധുക്കളായ ആളുകൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വരെ അങ്ങനെയാണ്. പിന്നെ എൻ്റെ മുമ്പ് പറയണ്ടല്ലോ, ശരിക്കും മാംസം കഴിക്കാനും അത്യാവശ്യം റാഹത്തോടുകൂടെ ഉമ്മവാപ്പന്മാരെ എഴുന്നേൽപ്പിക്കാതെ ഇനി മതി എന്ന് പറയാതെ ശരിക്ക് സുന്ദരമായി തിന്നാനും പെരുന്നാക്കേ കഴിയൂ. ഇതുപോലുള്ള വല്ല സദസ്സുകളിലും കല്യാണത്തിലൊക്കെ കഴിയൂ.
അപ്പോൾ സ്വാഭാവികമായും അന്നൊക്കെ ഉദഹിയത്തിൻ്റെ മാംസത്തിന് വലിയ വിലയുണ്ട് എന്നർത്ഥം, ആവശ്യവുമുണ്ട്, ഡിമാൻഡുമുണ്ട്. ഈ നിലയ്ക്ക് ഈ ആവശ്യത്തിന് അനുസരിച്ച് ഇല്ലാത്തതുകൊണ്ട് 2 ഉദഹിയത്ത് എന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞ ഒരൊറ്റ തുപ്പ് മൂപ്പര് തുപ്പി എന്നാണ്. ഒരു തുപ്പ് മൂപ്പര് തുപ്പ് രൂപിയാണ്. പക്ഷേ ഇത് അത്രയേ ഉള്ളൂ അയ്യേ എന്ന് പറയുന്ന ആ ശൈലിയിൽ കാരണവന്മാർ, മൂപ്പരുടെ കൂടെയുള്ള കാരണവന്മാർ മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ അവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ആ നാടിലെ ആളുകൾക്ക് ആവശ്യമായ എണ്ണം, എനിക്കത്ര ഓർമ്മയില്ല, പറയുന്ന എണ്ണം അത്രയും ഉദഹിയത്ത് അവിടെ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം ഞാനവിടെ ചെല്ലുന്ന കാലത്ത് അവിടുത്തെ കാരണവന്മാരിൽ നിന്ന് അദ്ദേഹം നിന്ന ആ ഭരണ സംവിധാനത്തിൻ്റെ രീതിയുടെയും വാക്കിൻ്റെ വിലയുടെയുമൊക്കെ പ്രത്യേകമായ കാര്യങ്ങൾ പറയാൻ അവർ പറഞ്ഞു തരാറുണ്ട്. അന്നങ്ങനെ നിന്നു പോന്ന അവരെ അവിടെ നിന്ന് ബാക്കിയാത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി മരുതയിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ സമ്മതിച്ച് പറഞ്ഞയക്കുമ്പോൾ ആ നാട്ടുകാർക്ക് ഒരിക്കലും അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്ക് മുദരിസും അവർക്ക് ഖതീവുമായി മൂപ്പർ അങ്ങനെ തുടരുക തന്നെയായിരുന്നു ആവശ്യം. 1-2 വർഷം ആ മരുതയിൽ മുദരിസും ഖതീവുമൊക്കെയായി നിന്ന ശേഷമാണ് അവർ ബാക്കിയാത്തിലേക്ക് പോകുന്നത്. പക്ഷേ ബാക്കിയാത്തിൽ നിന്ന് വന്നപ്പോഴും തിരിച്ചു വരുമ്പോൾ അവരെ കിട്ടുമെന്ന് തന്നെയാണ് മരുതക്കാർ വിചാരിച്ചത്. പക്ഷേ ശൈഖുന താജുൽ ഉലമാ അവർകൾ മറ്റൊന്നാണ് കണ്ടത്. അവരെ ജാമിയ വഹബിയയിൽ തൻ്റെ സഹമുദരിസായി ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ നിർത്തി. അവരുടെ സഹപാഠി എൻ്റെ ബഹുവന്യ ഗുരു അലൈ മുസ്ലിയാർ അവർകളെ മരുതയിലേക്കും വിട്ടു. മരുതയിലേക്ക് അലൈ മുസ്ലിയാർ അന്നത്തൊക്കെ നല്ല വായിൽ തന്നെയാണല്ലോ അലൈ മുസ്ലിയാർ. ആ വായിൽ എന്ന നിലയിൽ മരുതയിൽ ബഹുമാനപ്പെട്ടവർ നിന്നു വരുന്ന കാലത്തും കുറേ കാലം, ഒരു 1-2 വർഷമായിട്ടും വാസ്തവത്തിൽ മരുതയിലെ ജനങ്ങൾക്ക് മൂപ്പരെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഇത് നമ്മളെ വായിക്കേണ്ട ഒരു സംഭവമാണ്. ഖതീബ് എന്ന നിലയ്ക്കുള്ള ഖുതുബ എങ്ങനെയും ബഹുമാനപ്പെട്ട അലി മുസ്ലിയാറുടേത് ഗംഭീര ഖുതുബയാണ്. 8-10 കൊല്ലം വണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ ഖതീബായി എന്ന പരിചയത്തിലാണ് അവർ മരുതയിൽ എത്തുന്നത്. വയലാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാ നോമ്പിനും ഫുള്ളായി വയൽ നടത്തിക്കൊണ്ടുള്ള പരിചയത്തിലാണ് മരുതയിലേക്ക് എത്തുന്നത്. അത്തരം ഒരു വായിലും നല്ല ഒരു ഖുതുബയും ഇമാമത്തും നല്ല ശബ്ദവും എല്ലാമുള്ള അദ്ദേഹത്തെ 1-2 വർഷം വാസ്തവത്തിൽ മരുതക്കാർക്ക്, കാരണവന്മാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്നും അവർ കടങ്ങായി ഉസ്താദിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ശൈഖുനാ അവർകളെ സമീപിക്കുമായിരുന്നു എന്ന് അവിടുത്തെ കാരണവന്മാർ പറയാറുണ്ട്. കുഞ്ഞീനാജി അതുപോലുള്ള ആളുകൾക്കൊക്കെ, കോയ മുഹാജി പോലുള്ളവർക്കൊക്കെ നിർബന്ധമായിരുന്നത്, പ്രധാനപ്പെട്ട് കുഞ്ഞീനാജിക്ക് തന്നെയായിരുന്നു ആ നിർബന്ധം. അത്തരം നല്ല ഒരു പാഠവും സ്വതസിദ്ധമായ രീതിയിൽ തന്നെ പക്വതയോടുകൂടെ, പാകതയോടുകൂടെ മഹല്ലിനെ ഭരിക്കുന്ന മറ്റൊരു കഴിവും നമ്മൾ കണ്ടില്ലല്ലോ. പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ അത് തീരും, 2-3 വാക്കുകൾ കൊണ്ട് തീരും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, വലിയ തിരുനാവായ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ബാനി ഷെയ്ഖുൽ മആരിഫ് നമ്മുടെ ബാപ്പു മുസ്ലിയാർ അവർകൾ മുന്നിട്ടിറങ്ങി വിജയിപ്പിച്ച 2 മഹാസമ്മേളനങ്ങളാണ് കൊളപ്പുറം സമ്മേളനം, അതുപോലെ തിരുനാവായ സമ്മേളനം. ജാമിയ വഹബിയയുടെ സനദ്ദാന സമ്മേളനവുമായിരുന്നു, സംഘത്തിൻ്റെ ജമിയത്തുൽ ഉലമയുടെ സമ്മേളനവുമായിരുന്നു. ഇതിൽ തിരുനാവായ മണൽപ്പുറത്ത് വരുന്ന സമ്മേളനത്തിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്തിന് എന്നാണ് മൂപ്പർക്ക് വിഷയം. അങ്ങനെ ഓരോരുത്തർക്കും വിഷയമാണ്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്തിന്. ഈ വിഷയം സംസാരിക്കാൻ ബഹുമാനപ്പെട്ടവരെ വിളിച്ചപ്പോൾ മൂപ്പർ വന്ന് നിന്നിട്ട് പറഞ്ഞത്, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന് ചോദിച്ചാൽ പഴയകാല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ അതുതന്നെ. എന്തിന് എന്ന് ചോദിച്ചാൽ പഴയകാല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനാണോ ഉണ്ടാക്കിയത് അതിനു തന്നെ. ഈ 2 വാക്കുകൾ പറഞ്ഞു മൂപ്പർ അസ്സലാമു അലൈക്കും പറഞ്ഞ് പ്രസംഗം നിർത്തിയിട്ട് വന്നിരിക്കുകയും ചെയ്തു. എന്തിനെന്ന് വിശേഷ പ്രസംഗമാണിത്. ഇങ്ങനെ 1-2 വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുന്ന ശീലമാണ് പ്രസംഗിക്കുന്ന കാലത്തും സമയത്തും ഒക്കെ ഉള്ളത്. എന്നിട്ടും നല്ല പ്രാസംഗികനും ഉജ്ജ്വല വഴലനും എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ മാനദണ്ഡങ്ങളുമുള്ള എൻ്റെ അഭിവന്യ ഗുരുവിനെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിൻ്റെയും കാര്യനിർവഹണത്തിൻ്റെയും ശേഷി തന്നെയാണല്ലോ അത്. ഇത് ജാമിയ വഹബിയക്ക് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ ജാമിയ വഹബിയയിൽ സഹമുദരിസായിക്കൊണ്ട് ശൈഖുനാ അവർകൾ വച്ചത്. ആ നിലയിൽ ഇൽമീ രംഗത്തും വൈജ്ഞാനിക രംഗത്തും അതുപോലുള്ള നേതൃരംഗത്തുമൊക്കെ ശേഷി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ. ജാമിയ വഹബിയയിലെ ശമ്പള സ്കെയിൽ എല്ലാവർക്കും ഇപ്പോൾ പരസ്യമായിട്ടൊക്കെ അറിയാം, പല സ്മരണികളിലൊക്കെ വന്നതുകൊണ്ട്. മറ്റൊന്നും അറിയില്ലായിരുന്നു. കൃത്യമായി പലരുടെയും ഉസ്താദിൻ്റെ സ്മരണികയിലും മറ്റൊക്കെ വന്നതുകൊണ്ട് അതെല്ലാം അറിയാം. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല എന്ന നിലയിൽ അതുതന്നെയും കൃത്യമായി മാസാന്തം കിട്ടാത്തൊരവസ്ഥ വരെ വന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവരെ ഷെയ്ഖുന അവറുകൾ ദർസിലേക്ക് അയച്ചത്. അങ്ങനെ ദർസുകളിൽ ബഹുമാനപ്പെട്ടവർ വന്ന്, ആ ദർസിൽ വടക്കേങ്കര വന്ന്, വെള്ളൂർ വന്ന്, കാവനൂർ വന്ന്, കാവനൂർ ദർസിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതെ കാവനൂരിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ ദാറുൽ മആരിഫിലേക്ക് വരുന്നത്. കാവനൂർ ദർസ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ ദർസ് തന്നെയാണ്. എല്ലാ മുദരിസുമാരും അവിടുത്തെ ഉയർന്ന വിദ്യാർത്ഥികളും മുദരിസുമാരായിരുന്നിട്ടും തികയാഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും മുന്തിയ ശിഷ്യൻ ബഹുമാനപ്പെട്ട പുല്ലൂർ അബ്ദുറഹീം മുസ്ലിയാർ അവർകളെ ഉസ്താദിൻ്റെ അതേ മാതൃകയിൽ തന്നെ ബാക്കിയാത്തിലേക്ക് പോകാൻ തൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളിലേക്കുമൊക്കെ പ്രായമായപ്പോൾ അവർ വന്നത് എൻ്റെ സഹപാഠികൾ മൊയ്തുട്ടി മുസ്ലിയാർ, ഇ കെ മൊയ്തീൻ കുട്ടി, അതുപോലെ പുല്ലൂരെ അബ്ദുറഹ്മാൻ, ഈ രണ്ട് പേരും ജാമിയ വഹബിയയിലേക്ക് വന്നു. അവരോടൊപ്പം പോകേണ്ട ആളും കോളേജിലേക്ക് പോകേണ്ട ആളുമാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം മുസ്ലിയാർ അവർകൾ. പക്ഷേ ആ അബ്ദുറഹീം മുസ്ലിയാർ അവർകളെ ബാക്കിയാത്തിലേക്ക് പോകേണ്ട, ഇവിടെ രണ്ടാം മുദരിസായി നിൽക്കാമെന്ന് പറഞ്ഞ് കാവനൂരിൽ രണ്ടാം മുദരിസായി നിർത്തി. അദ്ദേഹത്തെ രണ്ടാം മുദരിസാക്കി നിർത്തിയത് കൊണ്ടാണ് അന്നവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറേ സബുക്കുകൾ നടക്കാനായത്. അത്രയും അധികം സബുക്കുകൾ ഉണ്ടാകാൻ മാത്രം വിദ്യാർത്ഥികൾ കാവനൂരിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. കാവനൂർ ദർസ് തന്നെ പണ്ടേ അങ്ങനെയാണ്. ആ കാവനൂർ ദർസിലെ വിദ്യാർത്ഥികൾ സമേതമാണ് ബഹുമാനപ്പെട്ട ബാനി ഷെയ്ഖുൽ മആരിഫ് ബാപ്പു മുസ്ലിയാർ അവർകൾ ദാറുൽ മആരിഫിലേക്ക് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവന്നത്. അത് ദാറുൽ മആരിഫിൻ്റെ അന്നത്തെ ഒരു നല്ല കാലമായിരുന്നു, വളരെ വസന്തകാലം. കാരണം അത്രയധികം കുട്ടികൾ അതിനു മുൻപ് ദാറുൽ മആരിഫിലില്ല. അതുകൊണ്ട് തന്നെ മൂപ്പരും കുട്ടികളും ഒന്നായി ഇങ്ങ് വന്ന ആ വരവിലാണ് ദാറുൽ മആരിഫ് ഉണർന്നതും സജീവമായതും. സന്തോഷത്തോടുകൂടെ ദാറുൽ മആരിഫ് മുന്നോട്ട് പോയി. അതിനിടയിലാണ് അദ്ദേഹത്തിന് അസുഖം വന്നത്. ഈ അസുഖത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ ദർസിൻ്റെയും അതുപോലുള്ള പൊതുപ്രവർത്തനങ്ങളുടെയും അതുപോലുള്ള പെരുമാറ്റങ്ങളുടെയും സദസ്സുകളിലുള്ള പെരുമാറ്റങ്ങളുടെയും എല്ലാം സ്വഭാവം മാറിയത്. പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതും സംസാരം കുറക്കുക എന്നുള്ളതൊക്കെ ശാരീരികമായ ഒരാവശ്യമായി വന്നപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവരങ്ങനെ അടങ്ങി. പക്ഷേ ഇതെല്ലാം റൂഹിലുണ്ടല്ലോ, മനസ്സിലുണ്ടല്ലോ ഈ നിലപാടുകളെല്ലാം. ജാമിയ വഹബിയയുടെ വൈസ് പ്രിൻസിപ്പളായപ്പോൾ ഷെയ്ഖുനായോടൊപ്പം സഹമുദരിസായി നിൽക്കുമ്പോഴുള്ള ആ സിദ്ധി, കാമനൂരിലും മറ്റും പ്രസിദ്ധ മുദരിസായി നല്ല നല്ല കഴിവുറ്റ പണ്ഡിതന്മാരെ തന്നെ വാർത്തുകൊണ്ടിരുന്ന ആ സിദ്ധി, ഈ സിദ്ധികളൊന്നും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആത്മാവ് സമ്പുഷ്ടമാണ്, റൂഹ് വളരെ വിശാലമാണ്. എല്ലാ അർത്ഥത്തിലും ആ സജ്ജീകരണവും ആ സന്നദ്ധതയും എല്ലാം ബഹുമാനപ്പെട്ടവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈസ് പ്രസിഡൻ്റായിരുന്ന ബഹുമാനരെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുഷാവറയുടെ പ്രസിഡൻ്റാണ്. മുഷാവറയുടെ പ്രസിഡൻ്റാകാൻ പ്രസംഗം വേണ്ട, പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ട, പൊതുജനങ്ങളോട് ബന്ധപ്പെടേണ്ടതില്ല. പൊതുജനങ്ങളോട് ബന്ധപ്പെടാൻ ജംഇയ്യത്തുൽ ഉലമായിൽ പല അംഗങ്ങളും ഉണ്ടാകും. അതേസമയം ഉലമാക്കൾ കൂടിച്ചേർന്നുകൊണ്ട് കാര്യങ്ങൾ മുഷാവറത്ത് ചെയ്യുമ്പോൾ അതിൽ ഇടപെടാനും ഉലമാക്കളെ, അതാണ് ഉലമാക്കൾ. പണ്ടത്തെ ഓരോ ആലിം വ്യക്തി എന്ന് പറയുന്നതിലേറെ ശ്രമകരമാണ് വാസ്തവത്തിൽ ഉലമാ സംഘങ്ങളുടെ പ്രവർത്തനം. വളരെ ശ്രമകരമാണ്. കാരണം ഒരു 40 അംഗങ്ങളുള്ളവരിൽ നിന്ന് എത്തിച്ചേർന്നവർ എത്ര പേരാവട്ടെ, അവരൊക്കെ അത്യാവശ്യം സംസാരിക്കുന്നവരും അത്യാവശ്യം ചർച്ച ചെയ്യുന്നവരാണല്ലോ. പിന്നെ സദസ്സല്ല, സഭാകമ്പത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒറ്റയ്ക്കിരുന്നുള്ള ചർച്ചയല്ലേ. ആ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ കഴിവുറ്റവരും സമർത്ഥന്മാരുമായ യുവസമൂഹവും ഉലമാക്കളും കേരളത്തിൻ്റെ ഒരു വലിയ ധന്യതയാണ്. എല്ലാ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നിരീക്ഷിച്ചാലും പുതുതലമുറയിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നല്ല നല്ല സമ്പന്നരായ കഴിവുറ്റ നല്ല ധിഷണന്മാർ ധാരാളമുണ്ടെന്ന് തന്നെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. നല്ല നോക്കുന്നവരും നല്ല വായിക്കുന്നവർ, നല്ലവണ്ണം കഴിവുള്ളവർ, പിന്നെ സൗകര്യം കൂടുതലാണല്ലോ, കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കാണാനോ, ഇങ്ങനെയുള്ളവർ
ഉഴപ്പന്മാർ ധാരാളമുണ്ടെങ്കിലും അതെന്ന് കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഉലമാക്കന്മാരായി കഴിവുള്ള ധിഷണന്മാർ, പ്രഗത്ഭന്മാർ എല്ലാ സംഘങ്ങൾക്കും വളരെയധികമുണ്ട് ചെറുപ്പക്കാർ. അത്തരം ചെറുപ്പക്കാരെ കൊണ്ട് തന്നെ കേരളം എൽമി രംഗത്ത് പിടിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മുശാവറയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് ഒരു പഞ്ഞമല്ല, അതിനൊക്കെ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ അതല്ലല്ലോ കാര്യം. അത്തരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചർച്ച നടത്തുന്ന സമയത്ത് അതിൽ ഇടപെടാനും അതിൽ പാകതയോടെ തൻ്റെ ഇടത്തോടുകൂടെ അള്ളാഹുവിൽ നിന്ന് വിരിയുന്ന വെളിച്ചം കൊണ്ട് അവരെ നിയന്ത്രിക്കാനും അത്തരം കാര്യങ്ങളിൽ പുറത്തു പറയേണ്ടത് എന്താണെന്നും തീരുമാനിക്കേണ്ടത് എന്താണെന്നും ഒക്കെ അവസാനമായി അതിലിടപെട്ടുകൊണ്ട് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാനുമാണല്ലോ മുശാവറക്ക് അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് പരിചയവും കഴിവും സിദ്ധിയും പാരമ്പര്യവും ഉസ്താദുമാരുടെ ബറക്കത്തും ആത്മീയമായ സമ്പുഷ്ടിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജംഇയ്യത്തുലമായുടെ പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ടവരെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ പറയുകയാണത്. അക്കൂട്ടത്തിൽ ഈ ദാറുൽ മആരിഫിൽ 40 വർഷം പൂർത്തിയാക്കി അങ്ങനത്തെ ഒരാൾക്ക് ഈ കാലത്തു തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കുമ്പോൾ മആരിഫിൻ്റെ പേരിൽ തന്നെ, ദാറുൽ മആരിഫിൻ്റെ പേരിൽ തന്നെ നൽകുന്ന ഈ ആദരവിൻ്റെ ചടങ്ങ് വളരെ സന്തോഷകരമാണ്. ഉലമാക്കൾക്കും ഇൽമിനും ഇത് പ്രചോദനമാണ്. പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും ഇത് ആവേശമാണ്. അവരുടെ ശിഷ്യന്മാർക്കും ഇത് ഏറ്റവും അഭിനന്ദനാർഹമായ പ്രോത്സാഹജനകമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക്, ഈ ആദരവിൻ്റെ ചടങ്ങിന് എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസകൾ എൻ്റെ ജംഇയ്യത്തിൻ്റെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബ് ശേഷിയോടെ സന്തോഷത്തോടെ അദ്ദേഹം നിലകൊള്ളുന്ന മേഖലകളിലെല്ലാം നന്നായി പ്രവർത്തിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ